അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ 75ാമത് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളുടെ ഭാഗമായി പുല്ലമ്പാറ മുസ്ലിം ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പുല്ലമ്പാറ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ 2022 ഓഗസ്റ്റ് 15 തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് പുല്ലമ്പാറ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ സദർ മുഅല്ലിം നിസാറുദ്ദീൻ മൗലവി അവറുകളുടെ പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് ആരംഭം കുറിച്ചു. പുല്ലമ്പാറ മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ആരുടിയിൽ MA താജ് അവറുകൾ ദേശീയ പതാക ഉയർത്തുകയും പുല്ലമ്പാറ മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ സെക്രട്ടറി ജനാബ് ഷാഹിനാദ് അവറുകൾ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. പുല്ലമ്പാറ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥിയായ ഫർസൽ നിഷാൻ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയുണ്ടായി. പുല്ലമ്പാറ മുസ്ലിം ജമാഅത്തിന്റെ ഖജാൻജി ജനാബ് സുലൈമാൻ സാഹിബ്, ഹിദായത്തുൽ ഇസ്ലാം മദ്രസ മുഅല്ലിമീങ്ങളായ സുൽഫിക്കർ മന്നാനി, ഷഫീഖ് മൗലവി, അതുപോലെ മറ്റ് രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ എല്ലാവരും ഈ സ്വാതന്ത്ര്യദിന പരിപാടികളിൽ പങ്കെടുക്കുകയുണ്ടായി. നമ്മുടെ സ്വാതന്ത്ര്യ ദിന പരിപാടികളുടെ വിശേഷങ്ങളിൽ നിന്നും نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. सारे जहां से अच्छा हिंदुस्तान हमारा, हम बुलबुले हैं इसकी, ये गुलसिता हमारा हमारा सारे. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഐക്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ഭരണഘടന കെട്ടുറപ്പോടെ നിലനിൽക്കണം. അതിനെ ഇല്ലാതാക്കാൻ ഇരുട്ടിൻ്റെ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം കരുതലോടെ മുന്നേറേണ്ടതുണ്ട്. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രാജ്യസ്നേഹമെന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ മദീനയാണ് നിങ്ങളുടെ രാജ്യത്തോട് യുദ്ധത്തിന് വരുന്നതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ പിന്മുറക്കാർക്ക് ആരിൽ നിന്നും, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ
ജയിലറകളിൽ അവരുടെ ഷൂ നക്കി ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ച രാജ്യദ്രോഹികളിൽ നിന്ന് രാജ്യസ്നേഹം പഠിക്കേണ്ട ഗതികേട് നമുക്കാർക്കുമില്ല. മതവിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ് രാജ്യസ്നേഹം എന്ന് പഠിച്ച ആളുകൾക്ക് വിശ്വാസം ഈമാനിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി കെട്ടുറപ്പോടെ മുന്നേറാം എന്ന് ഈ അവസരത്തിൽ പ്രതിജ്ഞ ചെയ്യാം. ഒരിക്കലും സ്വാതന്ത്ര്യദിനാശംസകൾ.